പ്രത്യേക കളറിനോട് എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. എനിക്ക് പെയിൽ കളേഴ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പെയിൽ ബ്ലൂ, ഗ്രീൻ. പിന്നെ ഡിപ്പെൻസ്. ഇപ്പോൾ നമ്മളിപ്പം ചാപ്പക്കുരിശ് പോലത്തെ ഒരു സിനിമയിൽ ഒരിക്കലും പെയിൽ കളർ വർക്ക് ചെയ്യില്ല. നമ്മൾ സ്റ്റോറിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ നിർബന്ധിതരാകും. നമുക്ക് ഇഷ്ടമില്ലാത്ത കളർ ഉപയോഗിക്കാൻ ചിലപ്പോൾ നിർബന്ധിതരാകും. ചിലപ്പോൾ റെഡ് വേണ്ട സ്ഥലത്ത് നമ്മൾ റെഡ് തന്നെ ഉപയോഗിക്കണം. ഒരു ലൈറ്റ് ബ്ലൂ വേണ്ട സ്ഥലത്ത് ലൈറ്റ് ബ്ലൂ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ അത് ഡിപ്പെൻസ്. ഒരു സ്റ്റോറിയും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡിപ്പെൻസ് ചെയ്തു. ഇപ്പം ആദ്യത്തെ സിനിമ ഞാൻ 70-ലായിരുന്നു. 70 എന്ന് പറഞ്ഞ സ്റ്റിൽ ക്യാമറയിൽ ആദ്യത്തെ സിനിമ. രണ്ടാമത്തെ സിനിമ ബ്യൂട്ടിഫുൾ റെഡിലാണ് ഷൂട്ട് ചെയ്തത്. റെഡ് 1 ആൻഡ് റെഡ് മൾട്ടി ക്യാമറ ആയിരുന്നു. ഒരു റെഡ് 1 ആൻഡ് റെഡ് MX. ഇപ്പോൾ മൂന്നാമത്തെ സിനിമ ഫിലിമിലായിരുന്നു ഷൂട്ട് ചെയ്തത്. സൂപ്പർ 35-ലാണ് ഷൂട്ട് ചെയ്തത്. അത് ഡിജിറ്റലിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻ്റർനാഷണലി പോലും ഒത്തിരി ആൾക്കാർ ഡിജിറ്റൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നൊരു പേഴ്സണൽ ഒരു ഇതെനിക്കറിയില്ല, ശരിയാണോന്നറിയില്ല. പുതിയ മീൻസ് ഇൻ്റർനാഷണൽ കൊമേഴ്സ്യൽസ്, അതുപോലെ മ്യൂസിക് വീഡിയോസ് അങ്ങനെ ഹിറ്റാകുന്ന യൂത്തിൻ്റെ ഇടയിൽ ഹിറ്റായിട്ടുള്ള ചില വൈറൽ വീഡിയോസ്, അങ്ങനെ അതെല്ലാം HD ഷൂട്ട് ചെയ്ത് നമ്മൾ കാണുമ്പോൾ കണ്ട് യൂസ്ഡ് ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ലുക്കിലേക്ക് ഇപ്പോഴത്തെ ജനറേഷൻ ഒന്ന് യൂസ്ഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അറിയില്ല, എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായമാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലുക്കിലേക്ക് ശരിക്കും ഒരു HD ഷൂട്ട് ചെയ്യുന്ന ഒരു ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന നമ്മൾ ലുക്ക് വൈസ് ഒരു വ്യത്യാസം ഉണ്ടാവല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു HD ഷൂട്ട് ചെയ്യുന്ന ഒരു ലുക്കിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അതിൻ്റെ ഒരു യൂസ്ഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ബട്ട് ഫിലിമിൽ ഷൂട്ട് ചെയ്തതിന് വേറൊരു ഫീൽ. ഇപ്പോൾ ഏതാണ് നല്ലതെന്നോ അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല. ഞാൻ ഇപ്പം നേരത്തെ ഇതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരിതില്ല. ഒരു സിറ്റുവേഷൻ തോന്നുന്നു, ഒരു മിനിമം കോമൺ സെൻസ് വെച്ചിട്ടുള്ളൊരിതേ. അല്ലാണ്ട് ഞാൻ കാണാതെ പഠിച്ചു വെച്ചിട്ട് ഒരിക്കലും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും അസിസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അവരൊക്കെ പഠിച്ച് വരുന്നത് കണ്ടുവരുന്നതും ഒരു രീതി ഉണ്ടാവില്ല. നമ്മൾ അത് തന്നെ ഫോളോ ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളിന്നും പുതിയ TV-യിലാണെങ്കിലും നെറ്റിലാണെങ്കിലും പുതിയ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അത് കൊള്ളാമല്ലോ, ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം വന്നാൽ ചിലപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും. ചിലപ്പം അത് റോങ് ആയിട്ട് വരും, ചിലപ്പോൾ നന്നായിട്ട് വരും. പിന്നെ അതിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് ഒരു മിനിമം കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യാവുന്ന രീതി. പക്ഷേ നമ്മളതൊക്കെ അങ്ങനെ ഇപ്പം നമ്മളൊരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യലിലോ കാണുന്ന സാധനം നമുക്കത് അപ്ലൈ ചെയ്യണമെങ്കിൽ ശരിക്കും ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് തന്നെ വേണം. ആരെങ്കിലുമൊക്കെ അസിസ്റ്റ് ചെയ്തോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ അല്ലെങ്കിൽ ഒരു സാധനം കണ്ടിട്ട് അത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, അത് ഇങ്ങനെ അസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ അകത്തു നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ്. ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, പുതിയ സാധനങ്ങൾ കാണാം. ഒരു സാധനം ചെയ്തു, അത് നല്ലതായിട്ടുണ്ടെന്ന് ആൾക്കാർ പറയുമ്പോൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ നമ്മൾ പുതിയ വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെ കാലത്തിനനുസരിച്ചിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പോൾ ചില ആൾക്കാർ ചില ഫോട്ടോസ് എടുക്കുന്നു, അല്ലെങ്കിൽ അതിന് കളർ ചെയ്യുന്നു. അപ്പോൾ അത് നല്ലതെന്ന് പറയുമ്പോൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ അടുത്ത വേറൊരു തരത്തിലും കൂടെ ചെയ്ത് നോക്കി അതങ്ങനെ ഒന്നിലൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാണ്ട് അത് പോകണം, കണ്ടിന്യൂ ചെയ്ത് പോകണം, വേറെ അങ്ങനെ പോകണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്താലേ പുതിയ വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. എപ്പോഴും ഓരോ ഷൂട്ട് കഴിയുമ്പോഴും പ്ലാൻ ചെയ്യും. ഈ ഷൂട്ട് കഴിഞ്ഞാൽ നമ്മളിനി 10 ദിവസത്തേക്ക് യാത്രയായിരിക്കും. പക്ഷെ പലപ്പോഴും നടക്കാറില്ല. പ്ലാൻ ചെയ്ത യാത്രകളൊന്നും ഇന്നുവരെ നടന്നിട്ടില്ല എൻ്റെ. എപ്പോഴും ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യാറുണ്ട്. ഒരാഴ്ച ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒന്നും നടന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അടുത്ത ഒരു ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ടൊക്കെ തന്നെ ആണെങ്കിൽ നമ്മൾ ഈ 10 ദിവസം നമുക്ക് പോകാൻ പറ്റാതെ പോകുന്നത് വേറെ ഏതെങ്കിലും യാത്ര കൊണ്ട് തന്നെ ആയിരിക്കും. അങ്ങനെ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. അപ്പോൾ യാത്രകൾ നടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ വേറൊരു വർക്കിൻ്റെ റെക്കിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാൻ പറ്റാതെ ചിലപ്പം ഇപ്പം ഞാൻ തട്ടത്തിൻ മറയത്ത് ഷൂട്ടിന് ശേഷം ഞാനും വിനീതും കൂടെ ഗോവയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് ഡേറ്റൊക്കെ ബ്ലോക്ക് ചെയ്തെല്ലായിരുന്നു. കറക്റ്റ് ഡേറ്റ് ആയപ്പം വിനീതിനും ചെറിയൊരു പ്രശ്നം, എനിക്കും ചെറിയൊരു പ്രശ്നം. പക്ഷേ ഞാനന്ന് അടുത്ത വർക്കിൻ്റെ ആവശ്യമായിട്ട് ഹൈദരാബാദിലേക്ക് പോയി. അപ്പം അതിന് പകരം വേറൊരു യാത്ര നടക്കുന്നുണ്ട്. ഉദ്ദേശം പോലെ നടക്കുന്നില്ല എന്നുള്ളൂ. അല്ല, തീർച്ചയായിട്ടും നമുക്ക് എല്ലാ തരത്തിലുള്ള പടങ്ങളും വേണം. കുടുംബചിത്രങ്ങൾ വേണം, അതുപോലെ യൂത്തിനുള്ള പടങ്ങൾ വേണം. ഇപ്പോൾ എനിക്കൊന്ന് ഓഡിയൻസിനെ ഒരു മിനിമം ആൾക്കാർ ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതെ വീട്ടിലേക്ക് പോയി അല്ലെങ്കിൽ കാണുന്ന ഒരാളുടെ അടുത്ത് ശരിയായില്ല എന്ന് പറയുന്ന പോലെയല്ലോ. ഇപ്പോൾ എല്ലാം നെറ്റുണ്ട്, ബ്ലോഗുണ്ട്. എല്ലാവരും അന്ന് നമുക്കൊരു സിനിമ റിലീസ് കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് അറിയാം ആ സിനിമയുടെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂസ് നമുക്ക് വായിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാവരും അതുപോലെ തന്നെ എനിക്കൊന്ന് പുതിയ തലമുറ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നുണ്ട് സിനിമേനെ. പഴയതുപോലെ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ അല്ലാണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു മേഖല ഭയങ്കരമായിട്ടും ചർച്ച ചെയ്യുന്നുണ്ട് ഒരു ഏരിയയാണത്. അപ്പം അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഫിലിം മേക്കേഴ്സ് കാണിക്കണം. അതൊരു തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നൊരു പ്രേക്ഷകനെ വെറുതെ അയ്യേ എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള സിനിമകൾ ഉണ്ടാവണം. അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ
ഒരുപാട് ക്ലാസിക്കൽ ഉണ്ടായിട്ടുണ്ട്, പഴയ പഴയ പടങ്ങൾ എന്തോരം നല്ല പടങ്ങളുണ്ട്. ഇടയ്ക്ക് എവിടെയോ നമുക്കതൊന്ന് മിസ്സായെന്ന് തോന്നണം. പക്ഷെ ഇപ്പോഴും വീണ്ടും അങ്ങനെ വരണം. അതായത് ഒരു ആളുകൾ പുറത്തിറങ്ങിയ ഒരു ഫിലിം മേക്കർ ഇതാണ് ആ ഒരു പ്രൊഫഷന് എന്ന് വെക്കാത്ത രീതിയിൽ അത് അങ്ങനെ അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരു ഫിലിം മേക്കർ ആളുകളോട് കാണിക്കണം.